തെയ്യക്കൻ തെയ്യക്കൻ തെയ്യാരോ തക തെയ്യക്കൻ തെയ്യക്കൻ തെയ്യാരോ തെയ്യക്കൻ തെയ്യക്കൻ തെയ്യാരോ തക തെയ്യക്കൻ തെയ്യക്കൻ തെയ്യാരോ പച്ചവിരിയിട്ട പാടത്തു നിക്കണ പച്ചപ്പനങ്കിളിത്തത്തേ പച്ചപ്പനങ്കിളിത്തത്തേ ചുണ്ടത്തു ചുവപ്പുള്ള ചുന്ദരി പെണ്ണിനെ കാണുവാനെന്തൊരു ചേല കാണുവാനെന്തൊരു ചേല കുഞ്ചവയല് കൊയ്യണ നേരം കൊത്തിപ്പറക്കണ തത്തേ കൊത്തിപ്പറക്കണ തത്തേ കണ്ണിൽ കരിമഷി തേച്ചു മിനുക്കി മാനത്തുയരണ തത്തേ മാനത്തുയരണ തത്തേ സന്ധ്യമയങ്ങണ നേരത്ത് നീ കൂട്ടിനി എന്നെയും കൂട്ടാമോ കൂട്ടിനി എന്നെയും കൂട്ടാമോ ചുണ്ടത്തു ചോപ്പുള്ള ചുന്ദരി പെണ്ണിനെ കാണുവാനെന്തൊരു ചേല കാണുവാനെന്തൊരു ചേല കാണുവാനെന്തൊരു ചേല കാണുവാനെന്തൊരു ഇതാണ് ഞങ്ങളുടെ പൊന്നുമണി. ആളിത്തി ദാരിദ്ര്യത്തിലാണെങ്കിലും സ്നേഹമുള്ളവനാ. വീട് പണിക്ക് വെച്ച കാശാ. ആ തൽക്കാലം കാര്യം നടക്കട്ടെ. നീക്കടാ, നേരം എത്രയായി? ഇത് കാക്കറ, കുഴിമടിയൻ, അച്ഛൻ്റെ അമ്മയുടെയും പുന്നാര മോന. ഈ പണ്ടാര കാലിനെ കൊണ്ട് കൂട്ടത്തിലെ കലിപ്പൻ, പേര് മന്നൻ. എന്താ നീ എണീറ്റില്ലേ? നീ ഇങ്ങോട്ട് പോയിമാ, നമുക്ക് നാളെ ഗ്രൗണ്ടിൽ പോവാ. പറ.
എടാ എന്തേ നീ കാണിക്കുന്നത്? എടാ പൊട്ടാതെ മഴവെള്ളമാണ്, കൊതു ഉണ്ടാവില്ലേ? ഇന്നത്തെ പല്ലപ്പും കൂടി കഴിഞ്ഞു. എന്ത് ജമ്മട കാക്കറൻ്റെ ഒക്കെ. അത് നീ വിടും ഇങ്ങോട്ട് വാ. എൻ്റെ കട്ടക്കിടാൻ ഇപ്പം എന്താ ചെയ്യും? വീട്ടിൽ ഭയങ്കര സീൻ. ഇപ്പം എങ്ങനെ വീട്ടിൽ കയറി? ധാരപ്പത് കാറിൽ ഹായ് മച്ചാൻസ്. ഹലോ. ഹലോ. എന്താടാ രണ്ടെണ്ണം തള്ളിക്കൊണ്ടിരിക്കണോ? അല്ലടാ, കട്ടക്കിട ഒരു വഴിയില്ല, അതിൻ്റെ കാര്യം പറഞ്ഞെടുക്ക. നീ വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടാ? ഇത് പൊടിമോൻ. പണ്ട് ഇത്തിരി കഷ്ടപ്പാടിലായിരുന്നെങ്കിലും ഗൾഫിൽ പോയി കുറച്ച് പുത്തനൊക്കെ സമ്പാദിച്ചിട്ടുള്ള വരവാണ്. സാധനമുണ്ട്, പക്ഷെ വീട്ടിലാ. എടുക്കാൻ ഭയങ്കര സീനടാ. നീ എങ്ങനെയെങ്കിലും സെറ്റാക്ക്. നോക്കട്ടെ. ഹലോ. ആ നിങ്ങളെവിടെ? എടാ നീ ഇങ്ങോട്ട് വാ, നമ്മുടെ ഗൾഫ് മച്ച ലാൻഡ് ചെയ്തിട്ടുണ്ട്. അതെ, ആ എന്നപ്പോ വരാ. ആരത്? അത് നമ്മളെ പൊന്നുമണിയായിരിക്കും. അവനൊക്കെ ആയിട്ട് ഇപ്പോഴും കൂട്ടുണ്ടാ. സാധനം അടിക്കാൻ അവനൊന്നും വേണ്ട കേട്ടോ. എന്താ വരുന്നു 100 ആയിസാ പന്നിക്ക്. ഒരു മാറ്റമില്ല, അലമ്പൻ. പുതുക്കെ പുറവും കേൾക്കും. ആ എപ്പോഴാ വന്ന്? ഇന്നലെ. എന്നിട്ട് എന്തൊക്കെ സുഖല്ലേ? ആ കുഴപ്പമില്ല. മന്ന ആ ഫോണിന്ന് കേട്ടോ, ഒരു കോൾ ചെയ്യാനാ. എൻ്റെ ബാലൻസ് ഇല്ല. ഡാ അവനെങ്ങനെയും ഒഴിവാക്കടാ. എൻ്റെ സാധനമുണ്ട്, നമുക്ക് വൈകുന്നേരത്ത് അടിക്കാം. അതിപ്പോൾ എങ്ങനെ ശരിയാവണം? നടക്കില്ല. ഒഴിവാക്കണം, അല്ലാണ്ടെന്താ? എന്നാ ശരി, എന്നാ നിങ്ങൾ രണ്ടെണ്ണം അടിച്ചോ. ഇവൻ എന്താ അങ്ങനെ? അവൻ മാത്രമല്ല, ഇപ്പം ഞാനും അങ്ങനെ. ഞാനും പോവാ. ഓ ആയിക്കോട്ടെ, എന്നാ പൊക്കോ. ഞാൻ ഈ നിലയിലായതേ നിങ്ങളുടെയൊക്കെ കാശ് കൊണ്ടാ. അതുകൊണ്ടാണ് നിങ്ങളെയൊക്കെ കാണാൻ ഇങ്ങോട്ട് വന്നത്. ഇപ്പം നിങ്ങൾക്കൊക്കെ എന്നെ പറ്റാണ്ടായി. കാശ് എന്നൊക്കെ ശരിയാ, പക്ഷെ നീ അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ടായില്ലേ. ആ കാക്കരേട്ടാ, പണിക്ക് പോകണല്ലേ? അതൊക്കെ അമ്മ പോയിട്ടുണ്ടാ. അല്ല, ഇപ്പൊ പണിയൊന്നുമില്ലേ? ഞാനിപ്പോ ഒന്നും പറയണില്ല. നാളെ ഇപ്പോൾ അവൻ പോവല്ലേ? അവൻ്റെ കയ്യിൽ പോകാൻ പൈസയൊന്നും ഉണ്ടാവില്ലല്ലോ. അവിടെ സാധനം വാങ്ങാൻ പൈസ ഇല്ലാണ്ടിരിക്കണം. അപ്പോഴാണ് ഈ ഒരു കാര്യം ചെയ്യും. എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, ഇത് അവന് കൊടുക്ക്. ഇത് ഞാൻ തന്നതെന്ന് അവനോട് പറയണ്ട. എൻ്റെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് അവനത് വാങ്ങിയെന്ന് വരില്ല. നമ്മുടെ ഇടയിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടാ നമ്മൾ രക്ഷപ്പെട്ട പോലെ ഇല്ലടാ. ആ കാശ് അന്ന് ഞങ്ങൾ തന്നത്. നീ നിന്റെ സ്റ്റാറ്റസ് പറ്റിയ ആൾക്കാരെ കൂട്ടിക്കോ, ഞാൻ പോവാ. മന്ന നിക്കടാ നിക്കടാ. നീയൊന്നും നന്നാവില്ലടാ. ആരാ തോട്ടത്തില് ഓടാ.
എനിക്ക് വാങ്ങല്ലടാ. നിനക്കെങ്കിലും എന്നോടൊന്നും പറയാറുന്നില്ലടാ. സോറിടാ. ഇതൊക്കെ നിന്നോട് പ്രത്യേകിച്ച് പറയണോ? നിന്റെ പണ്ട് പൈസ ഇല്ലാത്ത സമയത്ത് പൈസ ഒന്ന് സഹായിച്ചിരുന്ന ആരാ? അത് വിടറാ. അതൊക്കെ പോട്ടറാ, നമുക്ക് അടുത്ത പരിപാടി നോക്കിയാലോ? അതിന് ഈ വലിയ ഗൾഫാറല്ലേ എൻ്റെ ഒരു പാൻറ്. അപ്പം ഇതാണ് പ്രശ്നം. ഇപ്പം ശരിയാക്കി തരാം, ഇപ്പം ശരിയാക്കി തരാം. ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെയായി. തെയ്യക്കൻ തെയ്യക്കൻ തെയ്യാരോ തക തെയ്യക്കൻ തെയ്യക്കൻ തെയ്യാരോ തെയ്യക്കൻ തെയ്യക്കൻ തെയ്യാരോ തക. നിങ്ങളുടെ ഉയർച്ചയ്ക്ക് പിന്നിലും ഇത്തരം അദൃശ്യരായ പൊന്നുമണികളുടെ സഹായം ലഭിച്ചിട്ടുണ്ടാവും. അവരെ മറക്കാതിരിക്കുക.